ാണ് ഞാൻ ഒരു സംസ്കൃതം ടീച്ചറായിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിച്ചത്. എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്, 3 സഹോദരിമാരും 2 സഹോദരന്മാരും. ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത് ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിട്ടാണ്. ആദ്യത്തെ എൻ്റെ ശമ്പളം വെറും 500 രൂപയായിരുന്നു. 1 साल नौकरी करने के बाद एक चीज मेरी समझ में बहुत अच्छे से आ गई, अगर मैंने अपने सपनों को पूरे करना है तो नौकरी से मेरे सपने पूरे नहीं हो सकते, मुझे कोई बिजनेस करना पड़ेगा. 1 വർഷം ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇതുകൊണ്ട് കഴിയില്ല. കാരണം ശമ്പളം കൊണ്ട് കഴിയില്ല, എനിക്ക് ബിസിനസ് ചെയ്താലേ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയൂ എന്ന്. And I started cable TV business as a cable operator. I work hard और मैं बहुत अच्छा पैसा केबल टीवी में कमा रहा था, बट एक सेटिस्फिकेशन नहीं था, कुछ चीज मिसिंग लग रहा था. അപ്പോൾ അങ്ങനെ ഞാനൊരു ബിസിനസ് തുടങ്ങി. കേബിൾ ടി വി ഓപ്പറേറ്ററായിട്ട് നന്നായിട്ട് അധ്വാനിച്ചു, ധാരാളം പൈസ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. കാരണം വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. केबल टीवी बिजनेस में टाइम फ्रीडम नहीं था, वहां पे रिकॉग्निशन नहीं था. लोग मुझे मेरे नाम से नहीं जानते थे, लोग मुझे केबल वाला के नाम से जानते थे. അവിടെ ജോലിക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല, സമയബന്ധിതമായിട്ടായിരുന്നില്ല ജോലി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എൻഗേജഡ് ആയിരിക്കും. എത്ര ജോലി ചെയ്താലും ആളുകൾ എൻ്റെ പേര് കൊണ്ടല്ല അറിഞ്ഞിരുന്നത്, കേബിളുകാരൻ എന്ന രീതിയിലായിരുന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അത്ര അധികം ജോലി ചെയ്തിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. मैं बार बार सोचता था कि मुझे बहुत सारा पैसा कमाना है, लेकिन ऐसे काम से कमाना है जिसमें टाइम फ्रीडम भी हो और जिसमें रिकॉग्निशन हो, जिसमें लोग मुझे मेरे नाम से जाने और मुझे रिस्पेक्ट मिले. അപ്പോൾ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, എനിക്ക് ബിസിനസ് ചെയ്യുമ്പോൾ ടൈം ഫ്രീഡം ഉണ്ടാകണം, പൈസ കിട്ടണം, ആളുകൾ എൻ്റെ പേര് കൊണ്ട് അറിയണം, എനിക്ക് ബഹുമാനം കിട്ടണം. അങ്ങനെയുള്ള ഒരു ബിസിനസ് ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. आप अगर किसी भी चीज को अच्छी भावना से और बहुत अंदर से गहराई से अगर चाहते हैं तो परमात्मा आपको ऐसे अवसर देता है कि वो चीज आपको मिल जाती है. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും നേടാൻ വേണ്ടി, അത് ശരിയായ രൂപത്തിലുള്ള നേടാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ദൈവം അതിനുള്ള അവസരം ഒരുക്കുമെന്നാണ് പറയപ്പെടുന്നത്. और उसी दौरान मेरे एक बड़े क्लोज फ्रेंड ने मुझे अपने घर पे बुलाया और वहाँ पे एक होम मीटिंग थी. उस होम मीटिंग में पहली बार मैंने RCM ये 3 शब्द सुने. അങ്ങനെ എനിക്ക് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ എത്തിയപ്പോൾ അതൊരു ഹോം മീറ്റിംഗ് ആയിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി ഈ 3 അക്ഷരം കേൾക്കുന്നത്, RCM. स्टार्टिंग में मैं बिल्कुल भी सीरियस नहीं था, लेकिन 3 महीने के बाद एक मीटिंग देखने के बाद मुझे लगा कि मुझे RCM करना चाहिए और उसके बाद मैंने RCM को सीरियसली लेना शुरू किया. ആദ്യം കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇതിനെ അത്ര ഗൗരവത്തിലെടുത്തില്ല. എന്നാൽ 2-3 മാസത്തിന് ശേഷം ഒരു വലിയ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അങ്ങനെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ RCM വളരെ ഗൗരവമായി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. जब मैंने शुरू किया मुझे नहीं मालूम था डायरेक्ट सेलिंग क्या होता है, लिस्ट कैसे बनाया जाता है, कॉन्टेक्ट कैसे किया जाता है, प्रेजेंटेशन कैसे देते हैं, फॉलोअप कैसे करते हैं, स्टार्टअप कैसे करते हैं, कुछ भी मालूम नहीं था. ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നോ, എങ്ങനെ പ്രസന്റേഷൻ നടത്തണം, എങ്ങനെ ആളുകളോട് സംസാരിക്കണം, ഒരാളെ എങ്ങനെ മീറ്റിംഗിലേക്ക് വിളിക്കണം തുടങ്ങിയ യാതൊരു കാര്യവും എനിക്ക് അറിയുമായിരുന്നില്ല. लेकिन मैं धीरे धीरे इसको सीखता रहा और करता रहा, दोनों काम साथ में किए, लर्निंग भी और डूइंग भी. എന്നാൽ കുറേശ്ശെയായി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പഠിക്കുകയും ചെയ്യുകയും തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു.
और लगातार सीखने और करने का परिणाम है कि आज मैं आपके सामने डायमंड के रूप में खड़ा हूं। അങ്ങനെ തുടർച്ചയായി പഠിക്കുകയും ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡയമണ്ട് ആയിട്ട് നിൽക്കുന്നത്. जब मैंने आरसीएम की शुरुआत की तो मेरी इच्छा थी कि मैं केरला में बिजनेस को करूं. ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ബിസിനസ് കേരളത്തിലും തുടങ്ങണമെന്ന്. क्योंकि मैंने 1994 में बीएड बैचलर ऑफ एजुकेशन गुरुवायूर केंद्रीय संस्कृत विद्यापीठ त्रिचूर से किया था. അങ്ങനെ വിചാരിക്കാനുള്ള കാരണം 1994 ഞാൻ എൻ്റെ BEd പഠിച്ചത് ഗുരുവായൂർ സംസ്കൃത വിദ്യാപീഠത്തിൽ നിന്നാണ്. അതുകൊണ്ട് കേരളത്തിൽ എനിക്ക് ഈ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി. मैंने बहुत बार सोचा, पुराने दोस्तों को ढूंढने का प्रयास किया जो मेरे साथ में कुछ केरला के स्टूडेंट थे, बट किसी से कोई संपर्क नहीं हो पाया. ആ ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ പരിചയക്കാരായിരുന്ന സുഹൃത്തുക്കളായിരുന്ന പല ആളുകളെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും നടപ്പിലായില്ല. एंड फाइनली गुड़गांव में शमशेर सिंह जी मुझे मिले और उनके थ्रू ये बिजनेस बेंगलोर से केरला में पहुंचा और मेरा वो ड्रीम पूरा हुआ. ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവസാനം ഗുഡ്ഗാവിൽ വെച്ച് ഷംഷീർ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിലൂടെ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എനിക്ക് ആർസിഎം എത്തിക്കാൻ കഴിഞ്ഞു. पिछले 24 सालों में मैं इंडिया के हर राज्य में गया हूं. കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ യാത്ര ചെയ്തു. लेकिन केरल के लोगों ने मुझे बहुत ज्यादा प्रभावित किया है. എന്നാൽ കേരളത്തിലെ ടീം എന്നെ വളരെയധികം സ്വാധീനിച്ചു. और आपकी लीडरशिप को पूरा हिंदुस्तान मानता है. നിങ്ങളുടെ ലീഡർഷിപ്പിനെ ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്നു. केरला ने अब तक बहुत अच्छा किया है, लेकिन और बहुत बड़ा होने की संभावना है. ഇത്രയും കാലം കേരളം വളരെ നന്നായിട്ട് ചെയ്തു. എന്നാൽ ഇതിനേക്കാൾ വളരെ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ കേരളത്തിന് കഴിയും. അതിനുള്ള സാധ്യതയുണ്ട്.